യോഗങ്ങളും റാലികളും നടത്തുന്നതിൽ പൊതുമാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പാർട്ടികളുടെ യോഗം വിളിച്ച തമിഴ്നാട് പൊതുമാനദണ്ഡം രൂപീകരിക്കാനായി ആശയങ്ങളും നിർദ്ദേശങ്ങളും തേടും. കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. കെ വി ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, ഏറ്റവും ആവശ്യമാണിത് തമിഴ്നാട്ടിൽ മാത്രമല്ല രാജ്യത്ത് ആകെ വേണ്ട ഒരു കാര്യം കൂടിയാണ്. കൃത്യമായി ഇത്രയും വലിയ പരിപാടികൾ നടത്തുന്നതിനുള്ള ഒരു മാനദണ്ഡം. എപ്പോഴാണ് യോഗം? എല്ലാവരും പങ്കെടുക്കുമോ? തീയതി രാവിലെ 10:30-ക്കാണ് തമിഴ്നാട് സർക്കാർ വിളിച്ച യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ പാർട്ടികൾക്കും ഇതിലേക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിന് എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കരൂർ ദുരന്തത്തിന് ശേഷവും അതിനു മുൻപും, അതായത് വിജയുടെ തിരുച്ചിറപ്പള്ളിയിലെ റാലിക്കിടെയുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് കരൂർ ദുരന്തം ഉണ്ടാവുന്നത്. കരൂർ ദുരന്തത്തിന് ശേഷം കോടതി ഈ വിഷയത്തിൽ കുറച്ചുകൂടി നിലപാട് കടുപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് സർക്കാർ ഇപ്പോൾ ഒരു സർവകക്ഷി യോഗം തന്നെ വിളിക്കുന്നത്. അതായത് പാതയോരങ്ങളിൽ യോഗങ്ങൾ നടത്തുന്നതിന്, റാലികൾ നടത്തുന്നതിന് എന്തൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാകും, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം. ഇതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു നിയമനിർമ്മാണത്തിലേക്ക് തമിഴ്നാട് സർക്കാർ കടക്കുമെന്നാണ് അറിയുന്നത്. ഈ യോഗത്തിന് പിന്നാലെ തന്നെ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, കെ വി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.